Hello friends, welcome back to my channel. ഇന്നും ഞാനൊരു ടേബിൾ ടോപ്പ് ക്രിസ്മസ് ക്രാഫ്റ്റ് ആണ് കാണിക്കുന്നത്. വൂളൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ക്രിസ്മസ് ട്രീ ചെയ്യാന്നുള്ളത് കാണാം. അതിനായിട്ട് വൂളൻ ത്രെഡ് വേണം. പിന്നെ വേണ്ടത് ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബോർഡാണ്. ഞാനിവിടെ ഹാർഡ് ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുള്ളത്. ഈ പീസിന് മുകളിൽ ത്രെഡ് എടുത്ത് നല്ലപോലെ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം. ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് ഫോൾഡിലും ഒരു സിസേഴ്സ് എടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഇതുപോലെ കനം കുറഞ്ഞ കമ്പിയാണ്. കുറച്ച് നീളത്തിലുള്ള പീസ് എടുത്തിട്ട് ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഇതുപോലെ രണ്ട് ബാർബിക്യൂ സ്റ്റിക്കോ പെന്നോ പോപ്സിക്കിൾ സ്റ്റിക്കോ എന്തെങ്കിലും ഒന്ന് എടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ കമ്പി ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ രണ്ട് കമ്പി ഉണ്ടല്ലോ, അതിൽ താഴെയുള്ള കമ്പിയുടെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള യാണൊന്ന് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കണം. ഇനി രണ്ട് കമ്പിയും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത സ്റ്റിക്ക് എടുത്തിട്ട് അതിന് മുകളിൽ ഇതിൻ്റെ എൻഡ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഈ കമ്പീൻ്റെ താഴ്ഭാഗം ഒന്ന് ഇതുപോലെ ചുറ്റി കൊടുത്താൽ മതി. ഈ സ്റ്റിക്കിൻ്റെ എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു സൈഡിലെ സ്റ്റിക്ക് കൈകൊണ്ട് അനക്കാതെ പിടിച്ചിട്ട് മറ്റേ ഭാഗത്തുള്ള സ്റ്റിക്ക് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം. ഇത് നല്ല ടൈറ്റ് ആവുന്നത് വരെ ചുറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കുറച്ചൊക്കെ ഒരു ട്രീൻ്റെ ഷേപ്പിലായി വന്നിട്ടുണ്ട്. ഇനി ഒരു ഹെയർ ബ്രഷോ കോമ്പോ എടുത്തിട്ട് നല്ലപോലെ ചീവി കൊടുക്കണം. ഇങ്ങനെ ചെയ്താൽ ഒന്നുകൂടെ ഒരു പെർഫെക്റ്റ് ടെക്സ്ചർ കിട്ടും. ബ്രഷ് ചെയ്ത് കൊടുത്തപ്പോൾ ഉള്ള വ്യത്യാസം കണ്ടില്ലേ? നല്ല വ്യത്യാസമുണ്ട് ടെക്സ്ചറിൽ. ഇനി മുകൾ ഭാഗത്ത് സ്റ്റിക്ക് നമുക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് എക്സ്ട്രാ നിൽക്കുന്ന കമ്പിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. കുറച്ച് കമ്പി അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്, ലാസ്റ്റിൽ സ്റ്റാർ സ്റ്റിക്ക് ചെയ്യാനായിട്ടാണ്. ഇനി ഇതിനൊരു സ്റ്റാൻഡ് എന്ന പോലെ ഒരു ബോട്ടിൽ ക്യാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് ഭാഗത്തൊക്കെ പെയിൻറ്റ് പോയിട്ടുണ്ട്. അതൊക്കെ ഗോൾഡൻ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ ഒന്ന് കവറപ്പ് ചെയ്യാണ്. ഗോൾഡൻ ബീഡ്സും ആവശ്യമാണ്. അപ്പം എൻ്റെ കയ്യിൽ ഗോൾഡൻ ബീഡ്സ് ഇല്ലാത്തതുകൊണ്ട് വൈറ്റ് ബീഡ്സ് എടുത്തിട്ട് അതിന് മുകളിൽ ഗോൾഡൻ സ്പ്രേ പെയിൻറ്റ് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഗ്ലിറ്റേഴ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെയിൻറ്റൊക്കെ ഡ്രൈ ആയി. അപ്പോൾ ഈ ബോട്ടിൽ ക്യാപ്പിന് നടുവിലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്തു. ഈ ഹോളിലൂടെ ക്രിസ്മസ് ട്രീ കയറ്റി കൊടുത്തിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് വൈറ്റ്, റെഡ് ആൻഡ് ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ട് ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കൂടാതെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊരു സ്റ്റാറും ഫിക്സ് ചെയ്ത് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാറും ജസ്റ്റ് ഒരു പേപ്പറിൽ സ്റ്റാർ വരച്ച് കട്ട് ചെയ്തതിന് ശേഷം ഗ്ലിറ്റേഴ്സ് ഇട്ട് കൊടുത്താണ് കേട്ടോ. സോ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഒപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. എങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ.